25-ാം വർഷം ആഘോഷിക്കുന്ന ആശീർവാദിന് എൻ്റെ എല്ലാ ആശംസകളും. ഗ്രാൻഡ് സിനിമയുടെ ഒരു ഭാഗമായി സാധിച്ചതിൽ സന്തോഷം. എല്ലാം ആൾക്കാർ വേറെ ആൾക്കാർ വരുന്നുണ്ട്, അവരോട് ചോദിക്കാൻ എനിക്കൊന്നും അറിയില്ല. എക്സൈറ്റഡ് ആണ്. നിങ്ങളെപ്പോലെ ഒരു ലാലേട്ടൻ ഫാൻ എന്ന രീതിയിൽ ലാലേട്ടനും പൃഥ്വിരാജും ആശീർവാദം ആന്റണി പെരുമാറുടെയും അതുപോലെ ഗോപി എല്ലാവരും സിനിമയിലും ഭാഗമായി സാധിച്ചത് വലിയ എക്സൈറ്റഡ്. എനിക്ക് ആക്ഷൻ അടുത്ത സിനിമ. ഇന്ന് നമ്മളെല്ലാം വന്നിരിക്കുന്ന ആശീർവാദം 25 years എന്നാണ്. ആൻഡി ചേട്ടനും ലാൽ ചേട്ടനും പിന്നെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സാണ്. അവർക്ക് ഓൾ ദ ബെസ്റ്റ്. നമ്മളിനി ഈ സ്റ്റേജിൻ്റെ എല്ലാ ഇനി ഫങ്ഷൻസ് നോക്കി നിൽക്കുകയാണ്. താങ്ക് യു. ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങളെല്ലാവരും പോലെ തന്നെ ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ് ഇതിൻ്റെ ടീസർ ലോഞ്ച് കാണാൻ. കാരണം നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സിനിമയാണ്. ആശീർവാദിൻ്റെ ഒരു വലിയ ഒരു മാജിക്ക് തന്നെ നമ്മൾ കാണാം എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളെ പോലെ തന്നെ താങ്ക് യു സോ മച്ച്. ആൻ്റണിക്ക് ഇനിയും ഒരുപാട് നല്ല സിനിമകൾ നിർമ്മിക്കുവാനും ആൻ്റണിയുടെ എല്ലാ ഉദ്യമങ്ങളിലും വിജയിക്കുവാനും ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. ഒരുപാട് സന്തോഷമുള്ള ഒരു ഇവൻ്റാണിത്. പേഴ്സണലി എനിക്ക് ഒരുപാട് അഭിമാനവും സന്തോഷമുള്ളതാണ്. കാരണം എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ആശീർവാദ് സിനിമ ആരംഭിക്കുന്നതിന് 8-10 വർഷങ്ങൾക്ക് മുമ്പുള്ള സൗഹൃദമാണ് ആന്റണിയായിട്ടുള്ളത്. അങ്ങനെ ആന്റണി ഒരു സുപ്രഭാതത്തിൽ പ്രൊഡ്യൂസറാവുന്നു. നരസിംഹം ആ സിനിമയിലേക്ക് എനിക്കൊരു വേഷം വന്നതാണ്. സെയിം ടൈമിൽ പുനരധിവാസം എന്നുള്ള സിനിമയിൽ ഞാൻ നായകനായിട്ട് അഭിനയിക്കുന്ന ഒരു സിനിമയിലും സെയിം ഡേറ്റ് വന്നുകൊണ്ട് എനിക്ക് നിർഭാഗ്യവശാൽ നരസിംഹം ചെയ്യാൻ സാധിച്ചില്ല. ലാലേട്ടൻ്റെ കൂടെയുള്ള ആദ്യത്തെ അവസരമായിരുന്നത്. അങ്ങനെ അതിനൊരു ദുഃഖം എക്കാലത്തും എനിക്കുണ്ട്. പക്ഷെ ആന്റണി മലയാള സിനിമയിൽ വളർന്ന് പന്തലിച്ച് ഇന്ന് എമ്പുരാനിൽ നിൽക്കുകയാണ്. എമ്പുരാൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം മലയാള സിനിമയുടെ ഒരു ചരിത്രം കുറിക്കാൻ പോകുന്ന സിനിമ തന്നെയായിരിക്കും. അതിൻ്റെ പ്രത്യേക ആശംസകൾ ആദ്യം തന്നെ നേരുന്നു. അതോടൊപ്പം ആന്റണിയുടെ ഈ വളർച്ച അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിൻ്റെയും സിനിമയിൽ അദ്ദേഹം കൃത്യതയോടെ ഒരു നിർമ്മാതാവിൻ്റെ വേഷം കെട്ടിയതുകൊണ്ടാണ് ഇത്രയും മികച്ച രീതിയിൽ അദ്ദേഹത്തിന് മുന്നേറി ഇന്നുവരെ എത്താൻ സാധിച്ചെന്ന് വിശ്വസിക്കുന്നു. ആശീർവാദ് സിനിമാസ് പേഴ്സണലി വളരെ അടുത്ത് നിൽക്കുന്ന ഒരുപാട് പേരുടെ സംരംഭമാണ്. 25 കൊല്ലം ഒരു പ്രൊഡക്ഷൻ കമ്പനി നിലനിൽക്കുക എന്നുള്ളത് മഹാത്ഭുതങ്ങളിലൊന്നാണ്. അപ്പോൾ ആ മഹാത്ഭുതം അതിനെ ആഘോഷിക്കാൻ ആണ് നമ്മളെല്ലാം കൂടിയിട്ടുള്ളത്. ഒപ്പം മലയാള സിനിമ ഇന്നേവർ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ചിത്രം അല്ലെങ്കിൽ ഏറ്റവും ഹൈറ്റ് ആയിട്ടുള്ള ചിത്രം എന്ന് പറയാവുന്ന എമ്പുരാന്റെ ട്രെയിലർ റിലീസ് നിങ്ങളെ പോലെ ഞാനും കാത്തിരിക്കുന്നു. താങ്ക് യു. നമസ്കാരം. വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ്. 25 വർഷം എന്ന് പറയുന്നത് ഇത്ര എളുപ്പത്തിൽ കടന്നു പോകുന്നത് ഭയങ്കര അതിശയകരമായൊരു അനുഭവം. കാരണം ആശീർവാദം ആരംഭിച്ചതും നരസിംഹം തുടങ്ങിയതൊക്കെ ഇന്നലെ കഴിഞ്ഞ പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, പണ്ടൊക്കെ നമ്മൾ ബാനർ കണ്ടിട്ട് സിനിമകൾ കാണാൻ പോകുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. മഞ്ജുലാസിന്റെ പടം, അല്ലെങ്കിൽ സുപ്രിയയുടെ പടം, ജയമാരുതിയുടെ പടം, അങ്ങനെ പ്രൊഡക്ഷൻ കമ്പനികളുണ്ട്. ബാനറുകൾ കണ്ടിട്ട് ആളുകൾ സിനിമയ്ക്ക് തിയേറ്ററിൽ കയറുമായിരുന്നു. ഇന്ന് അതേപോലെ അപൂർവം ബാനറുകളാണ് അവശേഷിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബാനറാണ് ആശീർവാദം. അപ്പോൾ ആശീർവാദം എന്ന് പറയുന്നത് എനിക്ക് വളരെ കൂടുതൽ ആത്മബന്ധമുള്ള ഒരു ബാനറാണ്. നിങ്ങൾക്കറിയാം, ഞാൻ കുറേ സിനിമകൾ രസതന്ത്രം മുതൽ ഇനി ചെയ്യാൻ പോകുന്ന ദിവസങ്ങൾക്കുള്ളിൽ ചിത്രീകരണം ആരംഭിക്കുന്ന ഹൃദയപൂർവ്വം വരെയുള്ള കുറേ പടങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്കൊരു ഹൃദയപൂർവ്വം തന്നെയുള്ള ബന്ധം ആന്റണി പെരുമ്പാവൂരായിട്ടും മോഹൻലാലായിട്ടും ഈ ടോട്ടൽ ടീമായിട്ടുണ്ട്. അപ്പോൾ 25-ാം വർഷത്തിൽ എൻ്റെ ഒരു സന്തോഷം ആശീർവാദിൻ്റെ 25-ാം വർഷത്തെ പടം എനിക്ക് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അതെൻ്റെ ഒരു ഭാഗ്യമായിട്ടാണ്. അതിൽ പ്രത്യേകതയുള്ളത്, എൻ്റെ 2 മക്കളും ഇപ്പോൾ സിനിമ ഡയറക്ടേഴ്സായി. അനൂപ് സത്യൻ വരനാവശ്യമുണ്ടെന്നുള്ള സിനിമയും അഖിൽ സത്യൻ പാച്ചു അത്ഭുതമുണ്ടെന്നുള്ള സിനിമയും ചെയ്തു. ഇപ്പോൾ ഹൃദയപൂർവ്വം എന്നുള്ള സിനിമ അഖിൽ സത്യൻ്റെ കഥയാണ്. അനൂപ് സത്യൻ അതിൻ്റെ സഹസംവിധായകനാണ്. സോനു TP എന്ന് പറയുന്ന പുതിയ എഴുത്തുകാരനാണ് അതിൻ്റെ തിരക്കഥയും സംഭാഷണം ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ശരിക്കും എല്ലാ അർത്ഥത്തിലും ഒരു കുടുംബചിത്രമായിരിക്കും
എന്ന് മാത്രമേ ഇപ്പോൾ പറയുന്നു. എല്ലാ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. ഒത്തിരി സന്തോഷം ഈ ഒരു ആശീർവാദിന്റെ ഇവന്റിന് വരാൻ കഴിഞ്ഞതിൽ. എന്തോ ഭാഗ്യം കൊണ്ട് അവരുടെ കൂടെ ഒരു 2 പ്രോജക്റ്റിൽ വർക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു 25ാം വാർഷികം ആഘോഷിക്കുന്ന ആശീർവാദ് ടീമിന്, പ്രൊഡക്ഷന് എല്ലാവിധ ആശംസകളും. ഇനിയും ഞങ്ങളൊക്കെ വെച്ച് ഒത്തിരി പണങ്ങൾ ചെയ്യട്ടെ. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നമസ്കാരം. അനുശ്രീ പറഞ്ഞ പോലെ വളരെയധികം സന്തോഷമുണ്ട് ഈ ഒരു മുഹൂർത്തത്തിൽ പങ്കെടുക്കാൻ ഇവിടെ വരാൻ സാധിച്ചത്. ഞാനും ആശീർവാദിന്റെ സിനിമയാണ് ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ള 3 സിനിമ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. വലിയൊരു ഭാഗ്യമാണ്. അപ്പോൾ അങ്ങനെ 25ാം വാർഷികത്തോട് നിൽക്കുന്നു. അതിന്റെ ഭാഗമാകാൻ ഇവിടെ വരാൻ സാധിക്കുന്നു. വളരെയധികം സന്തോഷം, നന്ദി അറിയിക്കുന്നു. അനുശ്രീ പറഞ്ഞ പോലെ ഇനിയും ഞങ്ങളെ ആശീർവാദ സിനിമാസിന്റെ ബാനറിൽ ഞങ്ങളെ വിളിക്കുമെന്നുള്ള പ്രതീക്ഷയോട് കൂടെ പറഞ്ഞ് ഞാൻ നിർത്തുവാണ്. പിന്നെ എമ്പുരാൻ്റെ എന്ന ടീസർ റിലീസാണ്. എല്ലാവരും വെയിറ്റ് ചെയ്യുന്ന പോലെ ഞങ്ങൾ വെയിറ്റിംഗ് ആണ്. അപ്പോൾ ഇന്ന് ലൈവായിട്ട് കാണാൻ പറ്റുന്നതുകൊണ്ട് കുറച്ചും കൂടി സന്തോഷമാണ്, എക്സൈറ്റഡ് ആണ്. സോ താങ്ക് യു സോ മച്ച്. നരസിംഹത്തിൽ ഒരു വേഷം ചെയ്യാൻ കഴിഞ്ഞ ഭാഗ്യം ചെയ്തൊരു മനുഷ്യനാണ് ഞാൻ. അന്ന് മുതൽ ആശീർവാദിൻ്റെ കൂടെയുണ്ട്. അന്നൊക്കെ എനിക്ക് ഭയങ്കര ഒരുപാട് ഓർമ്മകൾ ഉണ്ടാകുന്നപ്പോൾ നമ്മൾ വിളമ്പുന്നില്ല. കാരണം ഞാനും ആന്റണി ചേട്ടനും തൊട്ടടുത്ത റൂമിൽ താമസിച്ചിരുന്നതൊക്കെ കുറേ ടെൻഷൻസൊക്കെ ഉണ്ടായിരുന്നു. അഭിനയിക്കാൻ പറ്റുമോ എന്നുള്ളതൊക്കെ. അത് കഴിഞ്ഞിട്ട് ആശീർവാദിൻ്റെ ആദ്യ 50 കോടി ക്ലബ്ബ് എന്ന് പറയുന്ന സിനിമ എന്ന് പറയുന്ന ദൃശ്യത്തിലും അഭിനയിക്കാനുള്ള ഭാഗ്യമുണ്ടായി. ആശീർവാദിൻ്റെ കൂടെയുള്ള യാത്ര വളരെ മനോഹരമായി നടക്കുന്നു. ആശീർവാദിന് എല്ലാവിധ ആശംസകളും. താങ്ക് യു. വർഷങ്ങളായി പരിചയമുള്ള ഒരു സുഹൃത്താണ് ആന്റണി പെരുമ്പാവൂർ. ഒത്തിരി വർഷം. അതുപോലെ ലാൽ സാർ. ഈ രണ്ടുപേരും ഒന്നിച്ചു ചേരുമ്പോൾ പലപ്പോഴും അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അത് ആ ഒരു കോമ്പിനേഷൻ്റെ പ്രത്യേകതയാണ്. അതുപോലെ ആന്റിയുടെ ആത്മാർത്ഥതയും സത്യസന്ധതയും വിശ്വസ്തതയും എല്ലാം അതിന് വലിയൊരു കാരണമാണ്. നീലിലും അത് ഒരുപാട് ആവർത്തിക്കും എന്നെനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. Well, I'm very, very happy to be here on the 25th year celebration of Aashirwad Cinema, and my best wishes for the founder, Mr. Anthony Perumbavoor, and Mr. Mohanlal sir, the superstar. My best wishes to Prithvi Raj sir, and looking for a banger success of Lucifer 2, Perumbavoor. Thank you. ഞാൻ നരസിംഹം എന്ന സിനിമയിൽ ഷാജി സാറിൻ്റെ കൂടെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അന്നാണ് ആശീർവാദ് ആദ്യമായി സിനിമാ നിർമ്മാണം തുടങ്ങുന്നത്. ഇന്നിപ്പം 25 വർഷം ആയി നിൽക്കുകയാണ്. ആശീർവാദിൻ്റെ കൂടെ ആൻഷിയുടെ നിർമ്മിച്ച ഇവിടം സ്വർഗമാണെന്ന സിനിമ എനിക്ക് സംവിധാനം ചെയ്യാൻ സാധിച്ചു. ആ വർഷത്തെ മികച്ച കലാമൂല്യത്തിനുള്ള സ്റ്റേറ്റ് അവാർഡും ആ സിനിമയ്ക്കുണ്ടായി. ആൻഷിയുടെ എന്നെ സംബന്ധിച്ച് എൻ്റെ എല്ലാ നല്ല കാര്യങ്ങളിലും കൂടെയുള്ള ഒരു വ്യക്തിയാണ്. ആശീർവാദിൻ്റെ 25ാം വർഷത്തിന് എല്ലാ ആശംസകളും. കാണാൻ പറ്റിയതിലും ഒരുപാട് സന്തോഷം. ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് കേട്ടോ സംസാരിക്കുന്നത്. എനിക്കും ഒരുപാട് സ്പെഷ്യൽ ആയിട്ടുള്ള ആൾക്കാരാണ് ഇവിടെയുള്ള എല്ലാവരും. ആശീർവാദ് പ്രൊഡക്ഷൻസ് ആണെങ്കിലും ഈവൻ രാജവങ്ങളാണെങ്കിലും ഒക്കെ ഞാൻ ചെയ്തിരിക്കുന്ന ഒപ്പമായാലും അമരക്ബർ ആന്റണി ആയാലും ഒക്കെ എൻ്റെ ലൈഫിലെ എൻ്റെ ഏറ്റവും നല്ല മെമ്മറിയും അതുപോലെ തന്നെ എൻ്റെ ഏറ്റവും വലിയൊരു ലക്കുമായിരുന്നു അത്. അപ്പോൾ ഇതിൻ്റെ ഒരു പാർട്ടാവാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. ഓൾ ദി വെരി ബെസ്റ്റ് എല്ലാവർക്കും. താങ്ക് യു. നമസ്കാരം. എല്ലാവരും വന്നതിൽ ഒരുപാട് സന്തോഷം. ആശീർവാദ് സിനിമാസിന്റെ 25ാം വാർഷിക ആഘോഷവും ലൈക്ക പ്രൊഡക്ഷൻസിന്റെ മലയാള സിനിമയിലേക്കുള്ള എൻട്രിയും കൂട്ടത്തിൽ എൻ്റെ ഒരു സിനിമയുടെ ടീസർ ലോഞ്ചും ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇവിടെ വന്ന് എത്തിച്ചേർന്നതിൽ ഒരുപാട് നന്ദി. ഒബ്വിയസ്ലി ഇങ്ങനൊരു പരിപാടി നടത്തുന്നതിന്റെ ഉദ്ദേശം തന്നെ ആശീർവാദിന്റെ 25th ആനിവേഴ്സറി, ലൈക്കയുടെ മലയാളം ഡെബ്യൂ, എമ്പുരാൻ എന്ന സിനിമയുടെ ആദ്യത്തെ ഒരു ഗ്ലിംസ് അത് മീഡിയയുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യാനും നിങ്ങളിലൂടെ പ്രേക്ഷകർക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യാനും വേണ്ടിയാണ്. സോ എല്ലാവരെയും സഹകരണവും പ്രാർത്ഥനയും പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ഫോർ ബീയിങ് ഹിയർ ആൻഡ് ഐ ഹോപ്പ് യു ലൈക്ക് വാട്ട് യു സീ. താങ്ക് യു. അപ്പോൾ ഇന്ന് ആശീർവാദ് സിനിമാസ് തുടങ്ങിയിട്ട് 25 വർഷമാവുന്നതിൻ്റെ ആഘോഷവും എമ്പുരാൻ്റെ ടീസർ ലോഞ്ചും അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ വളരെ എക്സൈറ്റഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. എനിക്ക് ഈ ലൂസിഫർ എമ്പുരാൻ ഈ 2 സിനിമകളുടെ ഷൂട്ടിൻ്റെ സമയത്തുള്ള കുറേ സമയം എനിക്ക് ആന്റണി ചേട്ടനായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ആ സമയത്ത്
ആശീർവാദ് സിനിമാസിൻ്റെ തുടക്കം മുതൽ ഇതുവരെയുള്ള കുറേ കഥകൾ കേൾക്കാനും സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതിൻ്റെ ഒരു 25ാം വർഷം ആഘോഷിക്കുന്നതിൻ്റെ ഭാഗമാകാൻ സാധിക്കുന്നത് വലിയ സന്തോഷം. ലൂസിഫറിൽ ഭാഗമാകാൻ സാധിച്ചു, ഇപ്പോൾ എമ്പുരാനിലും ഭാഗമാകാൻ സാധിക്കുന്നു എന്നുള്ളതിലും സന്തോഷം. അപ്പം ഇവിടെ നിന്ന് നിങ്ങളെയൊക്കെ കാണാൻ സാധിച്ചാലും സന്തോഷം. ബാക്കി അകത്ത് വേറെ പരിപാടികളൊക്കെ കണ്ടുകഴിഞ്ഞിട്ടുണ്ട്. താങ്ക് യു. 5ാം വർഷമാണ് എൻ്റെ ഫസ്റ്റ് ഫിലിമിൻ്റെ പ്രൊഡ്യൂസേഴ്സാണ് അശ്വൻ ഫിലിംസ്. സ്പെഷ്യൽ താങ്ക് യു സോ മച്ച്. 25ാം വർഷത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. ഗോഡ് ബ്ലെസ് ഇൻഷാല്ലാ. താങ്ക് യു. ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം. ആശീർവാദ് സിനിമാസിൻ്റെ 25th ഇയർ സെലിബ്രേഷനാണ്. അപ്പം ഞങ്ങൾക്കും ഭാഗ്യം കിട്ടി വർക്ക് ചെയ്യാനായിട്ട്. സോ ഹാപ്പി ഫോർ ഇറ്റ്. അപ്പം ഇനിയും ആസ് എൻ ഓഡിയൻസ് ഇവരുടെ അടുത്ത് നിന്ന് ഒരുപാട് നല്ല നല്ല ചിത്രങ്ങളും ഞാനും പ്രതീക്ഷിക്കുന്നു. കൂടെ വർക്ക് ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു. അതിനെക്കുറിച്ച് റിലീസിന് ശേഷം പറഞ്ഞാൽ പോരെ? ഇല്ല, പ്രേക്ഷകർ നിലയിൽ ഞാൻ കാത്തിരിക്കുകയാണ്. കാരണം ലാലേട്ടൻ്റെ ചിത്രം പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്നു. അപ്പോൾ നിങ്ങളെപ്പോലെ തന്നെ ഞാനും എമ്പുരാനിൽ എന്തായിരിക്കും എന്ന് അറിയാനായിട്ട് വളരെയധികം കാത്തിരിക്കുകയാണ്. ഞാൻ എമ്പുരാനിൽ ഇല്ലാതെ തന്നെ ഞാനും വളരെ എക്സൈറ്റഡ് ആണ്. ലൈക്ക് എനി അതർ ഓഡിയൻസ്. ആശീർവാദിൻ്റെ കൂടെ അസോസിയേറ്റ് ചെയ്യാൻ പറ്റി 12th മാൻ എന്ന സിനിമയിൽ. ഞാനും ശിവദേവും ഞങ്ങളെല്ലാവരും ഒരുമിച്ചായിരുന്നു. ആൻഡ് ഭയങ്കര പീസ്ഫുള്ളി തീർന്നൊരു സിനിമയായിരുന്നു ഷൂട്ട് ചെയ്ത് തീർന്ന്. ആൻഡ് ഇറ്റ് വാസ് വൺ ഓഫ് ദ മെയിൻ മൂവീസ് ഞാൻ ചെയ്തിട്ടുള്ളതിൽ വെച്ചിട്ട്. ഹലോ, നമ്മുടെ ടീസർ ലോഞ്ചാണ്. എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് ഒരു അധികം ഒന്നും സംസാരിക്കുന്നില്ല. വിഷസ് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. സന്തോഷത്തോടെ അതിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതിൽ വലിയ സന്തോഷം പേഴ്സണലി എനിക്കുണ്ട്. 2 സിനിമകൾ ആശീർവാദമൊപ്പം ചെയ്യാൻ പറ്റി എന്നുള്ളത് തീർച്ചയായിട്ടും വലിയ അഭിമാനമാണ്. ആന്റണി പെരുമ്പാവൂർ എന്ന ഒരു ഏറ്റവും വെൽ എക്സിക്യൂട്ടഡ് ആയിട്ടുള്ള ഒരു പ്രൊഡ്യൂസർക്കൊപ്പം വർക്ക് ചെയ്യുമ്പോഴാണ് അദ്ദേഹം എത്രത്തോളം ആണ് ഒരു പ്രൊഡക്ഷനെ എക്സിക്യൂട്ട് ചെയ്തതെന്ന് നമുക്ക് മനസ്സിലാകുകയാണ്. ഓരോ ടെക്നീഷ്യനെയും ഓരോ ആർട്ടിസ്റ്റിനെയും ഏറ്റവും കൃത്യമായി അവർക്ക് വേണ്ട ഫെസിലിറ്റി എന്താണ്, അവരുടെ മുഴുവൻ കാര്യങ്ങളെ ടേക്ക് കെയർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ള ഒരു പ്രൊഡ്യൂസറാണ്. അത് നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനിയും ആശീർവാദ് സിനിമാസിന് ഒരുപാട് ഗംഭീര സിനിമകൾ മലയാളത്തിൽ നൽകാൻ സാധിക്കട്ടെ. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷമുള്ള ഒരു മുഹൂർത്തമാണ്. ഒന്ന്, ആശീർവാദ് ഫിലിംസിൻ്റെ നിരവധി സിനിമകളിൽ എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ 25 വർഷം പൂർത്തിയാക്കുന്ന ആശീർവാദ് ഫിലിംസിന് എല്ലാ ആശംസകളും നേരാനും കൂടിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. മറ്റൊരു സന്തോഷം, എമ്പുരാൻ്റെ ടീസറും ഇവിടെ ലോഞ്ച് ചെയ്യുകയാണ്. എന്നെ സംബന്ധിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എൻ്റെ അഭിനയ ജീവിതത്തിൽ നിങ്ങൾക്കും എനിക്കുമൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രങ്ങളിൽ ഒന്ന് പ്രിയദർശിനിയാണ്. അതിൽ പൃഥ്വിരാജ് സുകുമാരൻ എന്ന സംവിധായകനൊപ്പം, മുരളി ഗോപി എന്ന എഴുത്തുകാരനോടൊപ്പം, ആന്റണി പെരുമ്പാവൂർ എന്ന നിർമ്മാതാവിനോടൊപ്പം, ഇതിനേക്കാളുപരി നമ്മളെല്ലാവരും ആരാധിക്കുന്ന ബഹുമാനപ്പെട്ട ലാലേട്ടനോടൊപ്പം, ലാലേട്ടൻ്റെ എല്ലാ സിനിമകളിലും എനിക്ക് കിട്ടാറുള്ളത് പോലെ വളരെ ശക്തമായ കഥാപാത്രം ചെയ്യാനുള്ളൊരു അവസരം കൂടിയായിരുന്നു. അപ്പോൾ അതിൻ്റെ യാത്ര വീണ്ടും തുടരുകയാണ് എമ്പുരാനിലൂടെ. അപ്പോൾ അതിൻ്റെ വലിയ സന്തോഷത്തിലാണ് ഞാനും എമ്പുരാൻ ടീമിലുള്ള എല്ലാവരും. അപ്പോൾ അതിൻ്റെ ടീസർ റിലീസ് ചെയ്യുന്ന ഈ ഒരു മുഹൂർത്തവും എന്നെ സംബന്ധിച്ച് ഏറെ സന്തോഷമുള്ളതാണ്. നിങ്ങൾക്കെല്ലാവർക്കും ലൂസിഫർ ഇഷ്ടപ്പെട്ടതുപോലെ എമ്പുരാനും ഇഷ്ടപ്പെടും എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. താങ്ക് യു. ലൈക്ക പ്രൊഡക്ഷൻസുമായിട്ട് ചേർന്നിട്ടാണ് ഞങ്ങൾ സിനിമ ചെയ്തിരിക്കുന്നത്. ലൂസിഫർ എന്ന ചിത്രത്തിൻ്റെ വിജയത്തിന് ശേഷം അതിൻ്റെ ഒരു സീക്വലായിട്ട് അല്ലെങ്കിൽ വിചാരിക്കാം ഒരു സിനിമയാണ് ലൈക്ക പ്രൊഡക്ഷൻസ് ആദ്യമായിട്ടാണ് മലയാളത്തിലേക്ക് വരുന്നത്. ഒരു ബിഗ് ബഡ്ജറ്റ് ഫിലിമാണ്. ഒരുപാട് വിദേശ രാജ്യങ്ങൾ ഷൂട്ടിംഗ് വിഷയമാണ്. UK, USA രാജ്യം. ആശീർവാദിൻ്റെ 34th ഫിലിമാണ്. അതിൻ്റെ ട്രെയിലർ ലോഞ്ചാണ് എല്ലാ ഭാഷയിലും, മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി. അത് കഴിഞ്ഞാൽ ആശീർവാദ് തുടങ്ങിയിട്ട് 25 വർഷമാകുന്നു. അതൊരു വലിയ നേട്ടമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. നിങ്ങൾ നൽകിയ സഹകരണവും പ്രേക്ഷകരുടെ സ്നേഹവും ഒക്കെ തന്നെയാണ് ഈ 25 വർഷത്തെ ഞങ്ങളുടെ യാത്രയ്ക്ക്
എനർജി പകർന്നത്. ഒരുപാട് സിനിമകൾ 34 സിനിമ എടുത്തു. 35ാമത്തെ സിനിമ ഞങ്ങൾ തുടങ്ങുകയാണ് സത്യനന്ദിക്കാരൻ്റെ. 25 വർഷം ഒരു നിർമ്മാണ കമ്പനി കൊണ്ടുപോകുക എന്ന് പറയുന്നത് വലിയ ചലഞ്ചാണ്. അതിലുപരി ഒരുപാട് പേർക്ക് നമുക്ക് തൊഴിൽ കൊടുക്കാൻ സാധിച്ചു. ഇവൻ കോവിഡ് സമയത്ത് പോലും ഞങ്ങൾ ഒരുപാട് 3-4 ചിത്രങ്ങൾ എടുത്തു. OTT വേണ്ടിയിട്ടാണ് എടുത്തത്, പക്ഷെ വീണ്ടും ഞങ്ങൾ റിലീസ് ചെയ്തു. പ്രേക്ഷകരുടെയും നിങ്ങളുടെയും സഹായ സഹകരണങ്ങൾ വീണ്ടും പ്രതീക്ഷിക്കുന്നു. ആശീർവാദം ഇനിയും വലിയ വലിയ ചിത്രങ്ങൾ എടുക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ലൈക്കയ്ക്ക് കേരളത്തിലേക്ക് അല്ലെങ്കിൽ മലയാള സിനിമയിലേക്കുള്ള ഒരു തുടക്കം എന്നുള്ള രീതിയിൽ ഈ സിനിമ അവർക്കും വളരെ ഗുണകരമായി മാറട്ടെ എന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു സഹായം നേരുന്നു. താങ്ക് യു വെരി മച്ച്.